നമ്മളൊരു പുതിയ ജനറേഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ പോകുന്നത് നേരെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ലോൺ ആപ്പിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഡിജിറ്റ് എന്ന ആപ്പിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റ് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ തുടങ്ങാനുണ്ടായ ഒരു കാരണം തന്നെ ഇതാണ്. എൻ്റെ സുഹൃത്തുക്കൾ പലരും ലോണിലേക്ക് ഒത്തിരി ഒത്തിരി ലോണുകളെടുത്ത് അതിനകത്തേക്ക് പെട്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് എനിക്ക് ഞാൻ ചിട്ടി തുടങ്ങിയാൽ ഇപ്പം തന്നെ ഇപ്പോഴത്തെ എൻ്റെ സിനേറിയോ എടുത്താൽ എനിക്ക് 2 ചിട്ടിയുണ്ട്. ഓക്കെ. ഓക്കെ. 2 ചിട്ടിയുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഞാൻ ഓൾറെഡി പിടിച്ചു. അത് ആ എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ കമ്പനി നമ്മുടെ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി റൺ ചെയ്യുന്നത്. ഓക്കെ. ഞാൻ അതിന് ബിസിനസ് ലോണിന് പോയിട്ടില്ല. കമ്പനി റൺ ചെയ്യുന്നത് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്കെ. കമ്പനി റൺ ചെയ്യുന്നത് ചിട്ടിയുടെ എമൗണ്ട് വെച്ചിട്ടാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ലോണെന്ന് പറയുന്നത് ഞാനത് ഇതുവരെ പിടിച്ചിട്ടില്ല. ഇനി നിയർ ബൈ ഫ്യൂച്ചർ അതിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ പിടിക്കാം. ഓക്കെ. ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾക്കോ ആവശ്യം വന്നാൽ പിടിക്കാം എന്നുള്ള രീതിയിലൊരു സേവിങ്സ് കൂട്ട് ഞാൻ കരുതി കൊണ്ടുപോകുന്നതാണ്. ഓക്കെ. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ജനറേഷൻ്റെ മാത്രമല്ല, എല്ലാ ജനറേഷനിലും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത എല്ലാവരും ലോണിലേക്കോ ക്രെഡിറ്റ് കാർഡിലേക്കോ പോകും. ഓക്കെ. അന്നേരം അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യം നമുക്കിപ്പം ബൈ നൗ പേ ലേറ്റർ എന്നുള്ളത് പറയുന്നത് പോലെ അതേ കൂട്ടുള്ള സംഭവങ്ങളൊക്കെ വരുമ്പം നമുക്ക് കുറച്ചുകൂടെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് അവൈലബിൾ ആവും. ഓക്കെ. എന്നുവെച്ചാൽ ഈ നോൺ മോർട്ട്ഗേജസ് ലോൺസ് അതേകൂട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സ് ഇതെല്ലാം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവും. നമുക്കൊരു സാലറി വന്ന് നമ്മുടെ ഒരു ഇൻകം വന്ന് ആ ഇൻകം നമ്മുടെ കൈ വരുമ്പം തന്നെ EMI ആയിട്ട് അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഫുൾ EMI ആയിട്ട് അതിൻ്റെ ഒരു 90% നമ്മൾ EMI ആയിട്ട് അടച്ച് തീർക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം വരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് നീഡ്സും വാണ്ട്സും സേവിങ്സും ഒന്നുമില്ലാതെ എല്ലാം നമ്മൾ EMIയിലേക്ക് കൺവേർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ അല്ലെങ്കിൽ ലോൺ എടുത്തോ ഒക്കെ നമ്മൾ തീർക്കുകയാണ്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു ജോലി കിട്ടി നമ്മൾ നമ്മുടെ ഏണിങ്സ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സേവിങ്സ് ഡിസിപ്ലിൻ, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാനുള്ള ടൂളാണ് ചിറ്റ് ഫണ്ട്സ്. ഓക്കെ. ഇനി അടുത്ത ഒരു ഇതിലേക്ക് വരും. ഇപ്പം നമ്മളൊരു റേഷ്യോ പറയും 50:30:20. നീഡ്സ് വാണ്ട്സ് നമ്മുടെ സേവിങ്സ് എന്നുള്ള രീതിയിൽ 20% നമ്മൾ സേവ് ചെയ്താൽ മതി. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു 10% നമുക്ക് സേവിങ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫണ്ട് ക്രിയേഷൻ എന്നുള്ള രീതിയിലും അടുത്തൊരു 10% നമുക്കൊരു എമർജൻസി ഫണ്ട്, നമുക്കൊരു ലിക്വിഡിറ്റി ഉള്ള ഫണ്ട് എന്നുള്ള രീതിയിലും ഈ അടുത്തൊരു 10% നമുക്ക് നേരെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു 10% ഇപ്പോൾ എനിക്കൊരു 25,000 രൂപ സാലറി ഞാൻ കയറിയെന്നിരിക്കട്ടെ. അതിനകത്ത് നിന്നൊരു 20% ആണ് നമ്മൾ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു 5,000 രൂപയാണ് നമ്മൾ പറയുന്നത്. ഈ 2,500 രൂപ നമ്മൾ 2,500 രൂപ അടവ് വരുന്ന ഒരു ചെറിയ ചിട്ടിക്ക് ചേരുക. 2,500 രൂപ നമ്മളൊരു SIP പോലുള്ള ഇതിലേക്ക് നമ്മൾ ഏതാണ് ഫണ്ടെന്ന് നോക്കിയിട്ടിടുക. ഇതിൽ വരുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം ഒരു സൈഡിൽ നമുക്കൊരു സേഫർ ആയിട്ടുള്ള ഒരു ഫണ്ട് നമുക്ക് അവിടെ കാണും. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കല്യാണം ഇപ്പം കല്യാണം കഴിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാന്നല്ല, നമുക്ക് ചിട്ടി പിടിച്ച് നമുക്കൊരു 2 മാസം ഒക്കെ മുമ്പേ കണ്ടുകൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിട്ടി. നമ്മൾ കടം എടുത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു സേവറായി മാറുക എന്നുള്ളതാണ് ഡിജിറ്റ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരുപാട് പേര് ലോൺ എടുത്ത് അതിനകത്ത് പെട്ട് ട്രാപ്പിലായി, ഓൺലൈനായിട്ടൊക്കെ പെട്ടെന്ന് ലോൺസ് കിട്ടുമ്പോൾ ട്രാപ്പിലായി പോകുന്നുണ്ട്. അതിന് പകരം ആ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഇപ്പം എനിക്ക് ആ ആവശ്യം ഇന്നുകൊണ്ട് ലോകം തീരില്ല എന്ന് വിചാരിച്ച് ആ ആവശ്യം പിന്നെ ഫ്യൂച്ചറിൽ നടപ്പാക്കാം. എന്നുവെച്ചാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞ് അതൊരു വലിയ പലിശയുള്ള ലോണിലോട്ട് പോവാതെ എത്തിക്കാതെ നമ്മളതൊരു സേവിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാകുമ്പോൾ വലിയ നമുക്ക് പലിശ കാര്യങ്ങളൊന്നും വരത്തില്ല. ഞാൻ എൻ്റെ ഇതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്ത എൻ്റെ ബിസിനസ് കൊണ്ടുവരാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടോ ചെയ്ത കാര്യങ്ങളാണ് ചിട്ടി തുടങ്ങുക. എന്നിട്ട് അത് ഉപയോഗിച്ച്
എങ്ങനെ ഞാൻ എൻ്റെ ഒരു സംരംഭം ബിൽഡ് ചെയ്യാമെന്ന് ഞാൻ അന്നേ പ്ലാൻ ചെയ്തതാണ്. ഓക്കെ.